ഹലോ മച്ചാ, എന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ഇവരെയൊക്കെ വെടിവെച്ചിട്ട് ജയിലിൽ പോയി കിടക്കാം, എന്നാലെങ്കിലും കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ അത് ഇവിടെ കിട്ടത്തില്ല. അതിനുള്ള കാരണം എന്താ ഇപ്പൊ കാണിച്ചു തരാം. ഇവന്മാരുടെ സൗണ്ട് എല്ലാം കേട്ടിട്ടും അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഇവനെ കണ്ടില്ല. എന്റെ കൂടെ ഉള്ളവനാ പേടിക്കണം. ഇവന്റെ അടുത്ത് ഈ പഴച്ചട്ടി കൊണ്ട് വെച്ചതിന് ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിലും ഭായിമാരാന്ന് ഓർത്തു. ബെനിനില്ല കിടക്കുന്ന നോക്കും, ഒരു കുഴപ്പമില്ല. ഇവനെ ആ പഴം വെപ്പിച്ചിട്ട് ചേച്ചി എവിടെ നിന്ന് പോയി. ഇവൻ കച്ചവടത്തിൽ ബെഡ ആശായത് കൊണ്ട് കുഴപ്പമില്ല, എല്ലാം വിൽക്കി നിർത്തും. ഇന്ത്യൻ റെയിൽവേ എന്ന് മുതൽ ഈ കച്ചവടം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഇനി ഇതിന് ജീവൻ ഉണ്ടോ ജീവനില്ലാത്ത എക്സ്പോർട്ട് ചെയ്തതാണോ നമുക്കറിയത്തില്ല. രാവിലെ മുതൽ വടാപ്പാവ് എന്ന് പറഞ്ഞ കച്ചവടം ചെയ്ത സാധനമാണ് ഈ കാണുന്ന സാധനം. പച്ചമുളക് കൂട്ടി എന്തോ ഇവൻ കഴിക്കും, നമുക്ക് കട ഛർദ്ദിക്കാൻ പറ്റും. ഈ കാലിൽ പെയിന്റ് അടിച്ചിട്ട് കിടക്കുന്ന ആരാന്ന് മനസ്സിലായത് മറ്റേ കൊച്ചിന്റെ തള്ളയാട്ടോ. ഇവർ മൊത്തം ബ്യൂട്ടി പാർലർ ആയിട്ടാണ് തോന്നുന്നു നാട്ടിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായത്. പൗഡറും മേക്കപ്പ് സെറ്റും എല്ലാ സാധനമായിട്ടാണ് ഈ പെണ്ണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത്. അതിന്റെ കൂടെ കൂടിയിട്ട് ഇവനും മൊത്തം പൗഡറും മാറിയിട്ട് പോകും. ഇവന്മാരുടെ എന്റർടൈൻമെന്റ് ഇതൊക്കെയാണ് തോന്നുന്നു, ചീട്ടുകളി. പിന്നെ എനിക്കത് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ആ ഫീൽഡിലോട്ട് പോയില്ല. അങ്ങനെ വെൽക്കം ടു ഡൽഹി ഒരു ഓട്ടോറിക്ഷയെ വിളിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോവാ. പിന്നെ ഇവനൊക്കെ നമ്മളെ പറ്റിക്കാൻ നോക്കി. ഇവനൊക്കെ വാപ്പാനെ വെച്ച പൈസ പോക്കറ്റ് അടുക്കി വെച്ചേക്കുന്നത് നമുക്കൊന്നും ബാധിക്കില്ല. കുറച്ച് ദിവസമായിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ട്, അതുകൊണ്ട് ഡൽഹിയിൽ നമുക്ക് അറിയാവുന്ന ഒരു കേരള ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി നല്ല ചോറും കറിയും കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് 2-3 ദിവസമായില്ല ശരിക്കും ഉറങ്ങിയിട്ട്. ആ ഉറക്കം മൊത്തം ഇവിടെ കിടന്ന് തീർത്തിട്ട് നമ്മൾ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് നാളെ വരാം.